ഹലോ മീൻസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സഞ്ജു സാംസന്റെ പഴയ തട്ടകമായിരുന്ന രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ്. രാജസ്ഥാൻ റോയൽസ് പുതിയ ക്യാപ്റ്റൻ റിയാൻ പരാഗിൻ്റെ കീഴിലാണ് ഇപ്രാവശ്യം 19 സീസൺ കളിക്കാൻ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ട്രേഡിലൂടെ രവീന്ദ്ര ജഡേജനെയും സാം കറിനെയും ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജുവിന് കൊടുത്ത് തിരികെ വാങ്ങിയാൽ സാം കറിൻ്റെ പരിക്ക് കാരണം ദർശൻ ഷനകയെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളോടെയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്രാവശ്യം സീസണിൽ കളിക്കാറുള്ളത്. കഴിഞ്ഞ സീസൺ രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ ഒരു മോശം അനുഭവം തന്നെയായിരുന്നു. ആദ്യം എലിമിനേറ്റ് ആയ ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. 9th പൊസിഷനായിരുന്നു പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ്റെ സ്ഥാനം. വെറും 4 മത്സരങ്ങളിൽ മാത്രമേ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞ സീസണിൽ ജയിക്കാനായിട്ടുള്ളൂ. അങ്ങനെ റിയാൻ പരാഗിൻ്റെ കീഴിൽ ഇറങ്ങുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥാനത്തിലും മറ്റാരുമല്ല വൈഭവ് സൂര്യവംശിയാണ്. യങ് വൈബ്രന്റ് പ്ലെയറായ വൈഭവ് സൂര്യവംശിയായി കഴിഞ്ഞ നമ്മൾ സീസണിൽ കണ്ടിരുന്നു. ഒരു സെഞ്ചുറി ഒക്കെ അടിച്ച്, അതായത് യങ് ആൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ IPL നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. ഈ കഴിഞ്ഞ Under-19 വേൾഡ് കപ്പിലും നല്ല പ്രകടനമായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ ഭാഗത്തു നിന്ന് കണ്ടത്. അപ്പോൾ ഇപ്രാവശ്യവും രാജസ്ഥാന് വേണ്ടി നല്ല പ്രകടനം പുറത്തുകൊണ്ടെന്ന് കാഴ്ചവെക്കാം. പിന്നെ സഞ്ജുവിൻ്റെ അഭാവം വേറൊരു മലയാളി താരം വന്ന് ആ ഒരു മലയാളി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വിഘ്നേഷ് പുത്തൂരാണ് സ്പിന്നർ. കഴിഞ്ഞ സീസണിൽ മുംബൈയിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വിഘ്നേഷ് പുത്തൂർ കളിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ടീമിൻ്റെ മറ്റു വിശേഷങ്ങൾക്ക് വരാം. റിലീസ് ചെയ്ത പ്ലേയേഴ്സ് ആരൊക്കെ, അതുപോലെ തന്നെ ഓപ്ഷനിൽ ബൈ ചെയ്ത ആരൊക്കെ നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ വീഡിയോ തുടർന്ന് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, രാജസ്ഥാനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടോട്ടൽ 7 പ്ലേയേഴ്സിനെയാണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ നിന്ന് റിലീസ് ചെയ്തത്. കുമാർ കാർത്തികേയ, അശോക് ശർമ്മ, കുനാൽ സിംഗ് രാത്തോർ, അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൽ കളിച്ചുകൊണ്ടിരുന്ന ആകാശ് മദ്വാൽ, പേസ് ബോളർ ആകാശ് മദ്വാൽ, അതുപോലെ തന്നെ ശ്രീലങ്കയുടെ സ്പിൻ ബോളേഴ്സായ മഹേഷ് തീക്ഷണ, വനിന്ദു ഹസരംഗ, പിന്നെ അഫ്ഗാനിസ്ഥാൻ പേസർ ഫസൽ ഹഖ് ഫറൂഖി എന്നിവരെയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്രാവശ്യം റിലീസ് ചെയ്തത്. പിന്നെ പ്ലെയർ ട്രേഡിലൂടെ നമ്മൾ സഞ്ജു സാംസനെ CSKയ്ക്കും, അതുപോലെ തന്നെ നിതീഷ് റാണെ ഡൽഹി ക്യാപിറ്റൽസിനും പ്ലെയർ ട്രേഡിലൂടെ കൈമാറുകയാണ് ഉണ്ടായത്. അതുപോലെ രാജസ്ഥാൻ 9 പ്ലെയേഴ്സിനാണ് ഈ ഒരു ലേലത്തിലൂടെ വിളിച്ചെടുത്തത്. അതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയത് നമ്മുടെ രവി ബിഷ്ണോയാണ്. 7.2 കോടിക്ക് രവി ബിഷ്ണോയെ. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളറായ ആദമലിനെ 2.4 കോടിക്കും. ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് പ്ലേയേഴ്സായ സുശാന്ത് സിംഗിനെ 95 ലക്ഷത്തിനും, പിന്നെ രവി സിംഗിന് 90 ലക്ഷത്തിനും, കുൽദീപ് സിംഗിന് 75 ലക്ഷത്തിനും, അതുപോലെ യശ് രാജ്പുഞ്ച, വിഘ്നേഷ് പുത്തൂർ, അമൻ റാവു, ബ്രിജേഷ് ശർമ്മ എന്നിവരുടെ ബേസ് പ്രൈസായ 30 ലക്ഷത്തിനുമാണ് രാജസ്ഥാൻ റോയൽസ് അവരുടെ ക്യാമ്പിലെത്തിച്ചത്. കുറച്ചുകൂടി ഒരു ബൗളിംഗ് ഡെപ്ത് നോക്കിയുള്ളൊരു ബൈ തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം. കാരണം ഇതിൽ വലിയൊരു ബാറ്ററോ അല്ലെങ്കിൽ വലിയൊരു എക്സ്പെൻസീവ് സ്റ്റാർ പേസറോ ആരുമില്ല. കൂടുതലും യങ് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഇത് സപ്പോർട്ട് നൽകിയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയായിരുന്നു രാജസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി ബാറ്റർമാരുടെ കാര്യത്തിൽ രാജസ്ഥാന് വലിയ തല പോകേണ്ട കാര്യമില്ല. ഓൾറെഡി ജയ്സ്വാളുണ്ട്, അതുപോലെ തന്നെ പരാഗുണ്ട്, വൈഭവ് സൂര്യവംശിയുണ്ട്, ഹെറ്റ്മയറുണ്ട്. അപ്പോൾ ബൗളിങ്ങിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു രീതിയിലുള്ളൊരു ഓപ്ഷനായിരുന്നു രാജസ്ഥാൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. പിന്നെ ഓൾറൗണ്ടേഴ്സായ ജഡേജയും സാം കറിന് വന്ന ദർശൻ ഷനാഗിയും ഓൾറെഡി ടീമിൽ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സെറ്റ് തന്നെയാണ് രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഫുൾ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ശുഭൻ ദുബെ, ഷിംറോൺ ഹെറ്റ്മയർ, യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, അമൻ റാവ് പെരള എന്നിവരാണ് ബാറ്റർമാരായിട്ട് വരുന്നത്. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളാണ് ഓപ്പണേഴ്സായിട്ട് വരാൻ സാധ്യതയുള്ളത് ഞാൻ നോക്കി കണ്ടത്. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് റിയാൻ പരാഗാണ് പുതിയ ക്യാപ്റ്റൻ. ശ്രീലങ്കൻ ഓൾറൗണ്ടർ ദർശൻ ഷനകയുണ്ട്. പിന്നെ ട്രേഡിലൂടെ വന്ന രവീന്ദ്ര ജഡേജ. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ധ്രുവ് ജൂറലുണ്ട്, ലോണ്ടി പ്രട്ടോറിയസ്, ഡെനോവൻ ഫെറൈഡ, അതുപോലെ തന്നെ രവി സിംഗ് എന്നിവരാണ് വിക്കറ്റ് കീപ്പേഴ്സായിട്ട് വരുന്നത്. ബോളേഴ്സായിട്ട് ജോഫ്ര ആർച്ചർ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കഴിഞ്ഞ വർഷം നല്ല അടി കിട്ടിയ ഒരു പ്ലെയർ ജോഫ്ര ആർച്ചറാണ്. തലങ്കം അടി വാങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ നാന്ദ്രെ പാട്കർ ദക്ഷിണാഫ്രിക്കൻ ബോളറാണ്. തുഷാർ ദേശ്പാണ്ഡെ ഉണ്ട്, കെവൻ മൊഫാക്ക ദക്ഷിണാഫ്രിക്കൻ ബോളറാണ്. സന്ദീപ് ശർമ്മ ഓക്കെ, അത് ആൾ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. യുഗ്വേന്ദ് സിംഗ് ചരക്, വിഘ്നേഷ് പുത്തൂർ മലയാളി താരം, യശ് രാജ്പുഞ്ച,
സുശാന്ത് മിശ്ര, രവി ബിഷ്ണോയ്, മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഫോർ രാജസ്ഥാൻ. ബ്രിജേഷ് ശർമ്മ, ആദമിലൻ, ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളർ, കുൽദീപ് സിംഗ് എന്നിവരാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിൽ വരുന്ന അംഗങ്ങൾ. അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ആദ്യഘട്ടത്തിലുള്ള മത്സരങ്ങൾ നമുക്ക് കണ്ടിട്ട് കിളിപോയി. കാരണം നല്ല ടീമുകളാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. ആദ്യത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് മാർച്ച് 30-ന്, പിന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ട് ഏപ്രിൽ 4-ന്, പിന്നെ മുംബൈ ഇന്ത്യൻസ് ആയിട്ട് ഏപ്രിൽ 7-ന്, ലാസ്റ്റ് മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ട് ഏപ്രിൽ 10-ന്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് തന്നെ നല്ല ടീമുകളെ രാജസ്ഥാൻ റോയൽസിന് കിട്ടിയാണ്. എങ്ങനെയുണ്ടാകുന്നതാണ് എസ്പെഷ്യലി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ടുള്ള മത്സരത്തിന് വേണ്ടി. കാരണം രാജസ്ഥാൻ സഞ്ജുവിൻ്റെ പഴയ ടീമും സഞ്ജുവിൻ്റെ പുതിയ ടീമും തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് മാർച്ച് 30-ന് കാണാം. അപ്പോൾ അടുത്ത ടീമിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാൻ കഴിയും.